വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിലൂടെ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ 7th സെമസ്റ്റർ ബിഫാം ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസിലെ UV സ്പെക്ട്രോസ്കോപ്പി ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. എന്താണ് റേഡിയേഷൻ? റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ്സിന്റെ ഫോമിൽ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് ട്രാവൽ ചെയ്യുന്ന എനർജിയാണ് റേഡിയേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അതൊരു ഫോം ഓഫ് എനർജിയാണ്. എനോർമസ് വെലോസിറ്റിയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് കൊണ്ടാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ ഫോട്ടോൺസ് എന്ന് പറയും. ഒരു ഫോട്ടോണിൽ എന്തൊക്കെ ഉണ്ട്? ഓക്സിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. അടുത്തൊരു വേവിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഒരു വേവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമുക്കറിയാം എങ്ങനെയാണ് വേവ്. വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രസ്റ്റും ഉണ്ടായിരിക്കും, ഇത് രണ്ട് ക്രസ്റ്റ്, അതുപോലെ തന്നെ ട്രഫും ഉണ്ടായിരിക്കും. ഒരു രണ്ട് ക്രസ്റ്റും ട്രഫും ചേർന്നതാണ് എന്ത്? വേവ്സ്. ഇനി രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയാം. അത് നാനോമീറ്റർ വെച്ചിട്ടാണ് അതിനെ മെഷർ ചെയ്യുക. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് വേവ്സ് പാസ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയാം. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ്സ് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ്. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്ററിൽ എത്ര നമ്പർ ഓഫ് വേവ്സ് ഉണ്ട് അതാണ് വേവ് നമ്പർ. അടുത്ത സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ, അതിനെയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയാം. എങ്ങനെയാണ് മാറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതിനെ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പെക്ട്രോസ്കോപ്പി എന്ന ടേം പറയുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു അയോൺ എനർജീനെ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അത് ഒരു എനർജി സ്റ്റേറ്റിൽ നിന്ന് വേറൊരു എനർജി സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു മോളിക്യൂൾ എനർജീനെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. എന്നാൽ അവിടെ നിന്ന് ആ എനർജി എമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ലൈറ്റിൻ്റെ ഫോമിലാണ് എനർജി എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. ഇതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ് വരുന്നത് സ്പെക്ട്രോസ്കോപ്പീൻ്റെ. അടുത്ത എന്താണ് സ്പെക്ട്രം? സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാമ്പിള് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിൽ എങ്ങനെ ആ സാമ്പിളിൻ്റെ റെസ്പോൺസ് കാണിക്കുന്നത്, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടാണ് എന്ത്? സ്പെക്ട്രം എന്ന് പറയുന്നത്. ഒരു സബ്സ്റ്റൻസ് എങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നത് വിഷ്വലൈസ് ചെയ്യുന്നതാണ് എന്ത്? സ്പെക്ട്രം. അങ്ങനെ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയാം. അടുത്ത സ്പെക്ട്രോസ്കോപ്പീൻ്റെ ടൈപ്സ് ആണ്. 3 ടൈപ്പാണുള്ളത്: അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, എമിഷൻ സ്പെക്ട്രോസ്കോപ്പി, സ്കാറ്ററിംഗ് സ്പെക്ട്രോസ്കോപ്പി. അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി പറഞ്ഞ് നമ്മൾ ഓൾറെഡി കോൺസെപ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെയും പറയാനുള്ളത്. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അബ്സോർപ്ഷൻ നടത്തുന്നത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട് ആ ഒരു മോളിക്യൂള്. ഈ സ്പെക്ട്രം എന്ത് ചെയ്യും? എവിടെയാണോ അബ്സോർപ്ഷൻ നടക്കുന്നത് ആ ഒരു വേവ് ലെങ്ത്തിനെയാണ് കാണിക്കുക. കോമ്പൗണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും കോൺസെൻട്രേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, IR സ്പെക്ട്രോസ്കോപ്പി. അടുത്തത് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. എമിഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ പറയുന്നത് ഇപ്പോൾ മോളിക്യൂൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് ഓൾറെഡി ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? എനർജീനെ അത് എമിറ്റ് ചെയ്യും. എന്തിൻ്റെ ഫോമിൽ? ലൈറ്റിൻ്റെ ഫോമിൽ. അങ്ങനെ അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തിരിച്ച് റിട്ടേൺ വരും. അവിടെ എമിറ്റഡ് റേഡിയേഷൻ മെഷർ ചെയ്യുന്നുണ്ട് സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിളാണ് ഫ്ലൂറിമെട്രി, ആറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. അടുത്ത സ്കാറ്ററിംഗ് സ്പെക്ട്രോസ്കോപ്പിയാണ്. സ്കാറ്ററിംഗ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് വേവ് ലെങ്ത്തിൽ സബ്സ്റ്റൻസ് എത്രത്തോളം എമൗണ്ട് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സ്കാറ്റർ ചെയ്യുന്നുണ്ട്. അത് മെഷർ ചെയ്യുന്നതാണ് സ്കാറ്ററിംഗ് സ്പെക്ട്രോസ്കോപ്പി. ടെർബിഡിറ്റി മെഷർമെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് നെഫ്ലോമെട്രി, ടെർബിഡിമെട്രി. അടുത്തത് ലാംഡ മാക്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താണ് ലാംഡ മാക്സ്? ലാംഡ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അബ്സോർബൻസ് കാണിക്കുന്ന വേവ് ലെങ്ത്, അതിനാണ് നമ്മൾ ലാംഡ മാക്സ് എന്ന് പറയാം. ഓരോ കോമ്പൗണ്ടിനും യുണീക്ക് ആയിരിക്കും, ഫിംഗർ പ്രിൻറ്റ് പോലെ. കോമ്പൗണ്ട്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും അതുപോലെ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാനൊക്കെ ലാംഡ മാക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. UV സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. UV സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ അബ്സോർപ്ഷൻ്റെ സ്റ്റഡിയാണ് നടക്കുന്നത്. വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ വിസിബിൾ ലൈറ്റിൻ്റെ അബ്സോർപ്ഷൻ്റെ സ്റ്റഡിയാണ് നടക്കുന്നത്. UV സ്പെക്ട്രോസ്കോപ്പിൻ്റെ റേഞ്ചാണ് 200 to 400 നാനോമീറ്റർ. വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിൻ്റെ റേഞ്ചാണ് 400 to 800 നാനോമീറ്റർ.
UV സ്പെക്ട്രോസ്കോപ്പിനെ തന്നെ നമ്മൾ ഇലക്ട്രോണിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും. കാരണം ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ കളേർഡ് കോമ്പൗണ്ട്സിന് സ്യൂട്ടബിൾ ആയതുകൊണ്ട് നമ്മൾ അതിനെ കളറിമെട്രി എന്നും കൂടി പറയുന്നുണ്ട്. അടുത്തത് പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് എന്താ, ഒരു മോളിക്യൂളോ അല്ലെങ്കിൽ ഒരു ആറ്റോ ഒരു ഇലക്ട്രോൺസോ എന്ത് ചെയ്യും, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് അത് എക്സൈറ്റഡ് ആവും. എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. അവിടുന്ന് ആ എനർജീനെ എന്ത് ചെയ്യാണ്, റിലീസ് ആവുകയാണ്. ലൈറ്റിൻ്റെ ഫോമിലാണ് എനർജീനെ എമിറ്റ് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ച് എന്ത് ചെയ്യും, അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ വരിക. ഇനി UV റീജിയൻ എന്ന് പറഞ്ഞാൽ ഫാർ UV റീജിയനും ഉണ്ട്, അല്ലെങ്കിൽ വാക്വം UV റീജിയൻ, നിയർ UV റീജിയനും ഉണ്ട്. ഫാർ UV റീജിയൻ എന്ന് പറഞ്ഞാൽ 10 to 200 നാനോമീറ്ററും നിയർ UV റീജിയൻ എന്ന് പറഞ്ഞാൽ 200 to 400 നാനോമീറ്ററും ആണ് റേഞ്ച് വരുന്നത്. ഈ UV സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇവിടെ നമ്മൾ UV റീജിയനിലെ ലൈറ്റിനെ മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇപ്പം മോളിക്യൂൾ സാച്ചുറേറ്റഡ് ആണെങ്കിൽ നമുക്ക് വിസിബിൾ റേഡിയേഷൻ വെച്ച് നോക്കാവുന്നതാണ്. ഇനി ഒരു കോമ്പൗണ്ടിനെ UV സ്പെക്ട്രോസ്കോപ്പി വെച്ച് അനലൈസ് ചെയ്യണമെങ്കിൽ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, മോളിക്യൂൾ എന്തായിരിക്കണം, അൺസാച്ചുറേറ്റഡ് ആയിരിക്കണം. പിന്നെ ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് സോൾവെൻറ്റിൽ സൊല്യൂബിൾ ആയിരിക്കണം. പക്ഷെ ആ സോൾവെൻറ്റ് UVനെ അബ്സോർബ് ചെയ്യാനും പാടില്ല. അതിന് എക്സാമ്പിളാണ് മെത്തനോൾ, ക്ലോറോഫോം ഒക്കെ ഡിഫറെൻറ്റ് സോൾവെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. വേറെ നമുക്ക് സോൾവെൻസിനെ പറ്റിയിട്ടൊക്കെ ഇനി വരുന്നതിൽ ടോപ്പിക്കുകളിൽ പഠിക്കാനുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് തിയറി ഓഫ് UV അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ UV റീജിയൻ. 5 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 2 ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ഫിഗേഴ്സും വരയ്ക്കണം. The absorption of UV or visible radiation correspond to excitation of outer electrons. 4 ടൈപ്പാണ് ട്രാൻസിഷൻസ് ഉള്ളത്. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ഉണ്ട്, N ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ, പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ, N ടു N സ്റ്റാർ ട്രാൻസിഷൻ. ഫസ്റ്റ് വൺ ആണ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. സിഗ്മ ഇലക്ട്രോൺസ് ഓർബിറ്റൽ എന്നുള്ള സിഗ്മ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് എങ്ങിട്ട് കറസ്പോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ സിഗ്മ സ്റ്റാർ. ഇവിടെ എനർജി റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണ്, നമുക്ക് ഒരുപാട് എനർജീൻ്റെ ആവശ്യമുണ്ട്. എക്സാമ്പിൾ ഇപ്പം മീഥേനിൽ CH ബോണ്ടാണുള്ളത്. അത് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. മാക്സിമം അബ്സോർബൻസ് കാണിക്കുന്നത് 125 നാനോമീറ്ററിലാണ്. അടുത്തത് N ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ആറ്റം വിത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹൈഡ്രജൻ, ഇതൊക്കെയാണ് N ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ് അണ്ടർഗോ ചെയ്യുന്നത്. ഇതിന് ലെസ് എനർജി കമ്പയർഡ് ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എന്താണ്, ലെസ് എനർജിയാണ് ഇവിടെ ആവശ്യമുള്ളൂ. പിന്നെ ഇതിന് എക്സാമ്പിൾ, അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ മാക്സിമം കാണിക്കുന്നത് 150 to 250 നാനോമീറ്റർ ആണ്. അടുത്തതാണ് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. അതിന് നമ്മൾ K ബോണ്ട് എന്നും പറയുന്നുണ്ട്. നമ്മുടെ ബോണ്ടിങ് ഓർബിറ്റലുള്ള പൈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, എക്സൈറ്റഡ് ആയിട്ട് കറസ്പോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ പൈ സ്റ്റാർ. മൾട്ടിപ്പിൾ ബോണ്ട്സ് കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട് ലൈക്ക് ആൽക്കീൻ, ആൽക്കൈൻ, കാർബണൈൽ, നൈട്രൈൽ, ഇതൊക്കെയാണ് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് അണ്ടർഗോ ചെയ്യുന്നത്. എക്സാമ്പിളാണ് ആൽക്കീൻ. ആൽക്കീൻ്റെ മാക്സിമം അബ്സോർബൻസ് കാണിക്കുക 170 to 205 നാനോമീറ്ററിലാണ്. അടുത്തതാണ് N ടു N സ്റ്റാർ ട്രാൻസിഷൻ. R ബോണ്ട് എന്നും പറയുന്നുണ്ട്. ഡബിൾ ബോണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ഇത് അണ്ടർഗോ ചെയ്യുന്നത്. മിനിമം എനർജിയാണ് ആവശ്യമുള്ളത്. 300 നാനോമീറ്റർ ആണ് ഇതിൻ്റെ മാക്സിമം അബ്സോർബൻസ് കാണിക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് ക്രോമോഫോർ ആൻഡ് ഓക്സോക്രോം. 2 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്രോമോഫോർ ആൻഡ് ഓക്സോക്രോം. ക്രോമോഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഒരു ഭാഗമാണ്, അതെന്ത് ചെയ്യും, ആ മോളിക്യൂളിന് കളർ കൊടുക്കാൻ റെസ്പോൺസിബിൾ ആണ്. വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇമ്പാർട്ടിങ് കളർ കൊടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മോളിക്യൂളിൻ്റെ ഭാഗമാണ് ക്രോമോഫോർ. എന്നാൽ ഓക്സോക്രോമോ അത് കളർലെസ് ആയിരിക്കും. ഓക്സോക്രോം എന്ന് പറഞ്ഞാൽ കളർലെസ് ആയിരിക്കും, പക്ഷെ അത് വേറെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഒരു കോമ്പൗണ്ടിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഓക്സോക്രോം എന്ന് പറയാം. ക്രോമോഫോറിന് എക്സാമ്പിളാണ് NO2, N ഡബിൾ ബോണ്ട് O, C ഡബിൾ ബോണ്ട് O, C ഡബിൾ ബോണ്ട് N, C ഡബിൾ ബോണ്ട് C, C ഡബിൾ ബോണ്ട് S. ഓക്സോക്രോമിന് എക്സാമ്പിളാണ് OH. OHൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബെൻസീൻ റിങ്, അതിന് 255 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത് റേഞ്ച്. ബെൻസീൻ എന്താണ്, കളർലെസ് ആണ്. ഇനി അതിലേക്ക് ഒരു OH ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറി, ഫീനോൾ ആയിട്ട് മാറി. അതിൻ്റെ ലാംഡ മാക്സ് എത്രയാ,
270 നാനോമീറ്റർ ആണ്. ലാംഡ മാക്സ് കൂടുതലും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഫീനോൾ എന്താണ്, കളേർഡ് കോമ്പൗണ്ട് ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു OH വന്ന് അറ്റാച്ച് ചെയ്തപ്പോൾ ഈ ഒരു ബെൻസീൻ റിങ്ങിന് എന്തായി, ഈ OHും ബെൻസീനും കൂടി വന്ന് അറ്റാച്ച് ആയപ്പോൾ അവിടെ കളേർഡ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനത്തെ കോമ്പൗണ്ട്സ് ആണ് ഓക്സോക്രോം. അപ്പോൾ ക്രോമോഫോറും ഓക്സോക്രോം. അടുത്തത് സ്പെക്ട്രൽ ഷിഫ്റ്റ് ആണ്. സ്പെക്ട്രൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്പെക്ട്രൽ ഷിഫ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാത്തോക്രോമിക് ഷിഫ്റ്റ്, ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്, ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ്, ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു കോമ്പൗണ്ടിൻ്റെ ലാംഡ മാക്സ് ഒരു ലോങ്ങർ വേവ് ലെങ്ത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റെഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയാം. ഇത് എന്ത് കാരണം ഉണ്ടാവുക, ഒരു ഓക്സോക്രോമിൻ്റെ പ്രസൻസ് കാരണോ അല്ലെങ്കിൽ സോൾവെൻറ്റിൽ വരുന്ന ചേഞ്ച് ഓഫ് സോൾവെൻറ്റ് കാരണമാണ് ഈ ബാത്തോക്രോമിക് ഷിഫ്റ്റ് ഉണ്ടാവുക. എക്സാമ്പിളാണ് ഓക്സോക്രോം ഗ്രൂപ്പ് ലൈക്ക് OH, OCH3. ഇതൊക്കെ അബ്സോർപ്ഷൻ കോസ് ചെയ്യും ലോങ്ങർ വേവ് ലെങ്ത്തിൽ. ആൽക്കലൈൻ മീഡിയത്തിൽ പി നൈട്രോഫീനോൾ റെഡ് ഷിഫ്റ്റ് കാണിക്കുന്നുണ്ട്. കാരണം അതിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഓക്സിജൻ ഡീലോക്കലൈസ് ചെയ്യുന്നുണ്ട് അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെക്കാട്ടിലും കൂടുതൽ. അടുത്തതാണ് ഹിപ്സോക്രോമിക് എഫക്റ്റ് അല്ലെങ്കിൽ ബ്ലൂ ഷിഫ്റ്റ്. അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ ലാംഡ മാക്സ് ഷോർട്ടർ വേവ് ലെങ്ത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്ലൂ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയാം. ഇത് എന്ത് കാരണമാണ്, കോൺജുഗേഷൻ്റെ റിമൂവൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരു ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉള്ളത് കാരണം, അതല്ലെങ്കിൽ സോൾവെൻറ്റിലെ ചേഞ്ച് കാരണമാണ് ഇത് ഉണ്ടാവുക. അനിലിൻ എന്ത് ചെയ്യും, ബ്ലൂ ഷിഫ്റ്റ് കാണിക്കുന്നുണ്ട് അസിഡിക് മീഡിയത്തിൽ. അതാണ് എക്സാമ്പിൾ വരിക. അടുത്തത് ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് ആണ്. ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി, ഒരു കോമ്പൗണ്ടിൻ്റെ അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ആവുകയാണെങ്കിൽ അതിന് നമ്മൾ ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയും. ഒരു കോമ്പൗണ്ടിൻ്റെ അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ആവുകയാണെങ്കിൽ അതിന് നമ്മൾ ഹൈപ്പോക്രോമിക് എഫക്റ്റ് അല്ലെങ്കിൽ ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയും. ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓക്സോക്രോം നമ്മളൊരു കോമ്പൗണ്ടിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അബ്സോർപ്ഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതൊരു ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് ആണ്. ഹൈപ്പോക്രോമിക് എഫക്റ്റ് ആണെങ്കിലോ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രക്ചറിൽ മോഡിഫിക്കേഷൻസ് നടത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യൻറ്റ് കുറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈപ്പോക്രോമിക് എഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇത്രയാണ് 4 ഷിഫ്റ്റ് വരുന്നത്, സ്പെക്ട്രൽ ഷിഫ്റ്റ്സ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് പോർഷൻസാണ് നോക്കിയത്. ആദ്യം കുറച്ച് ടേംസ് നമ്മൾ നോക്കി. അതിനുശേഷം എന്താണ് സ്പെക്ട്രോസ്കോപ്പി, സ്പെക്ട്രം, ടൈപ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി, ലാംഡ മാക്സ്, UV ആൻഡ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, അതിലെ പ്രിൻസിപ്പിൾ, സബ് ഡിവിഷൻസ്, പിന്നെ തിയറി ഓഫ് UV അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്, ക്രോമോഫോറും ഓക്സോക്രോമും, അബ്സോർപ്ഷൻ ആൻഡ് സ്പെക്ട്രൽ ഷിഫ്റ്റ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ബാക്കി നമുക്ക് ബിയേഴ്സ് ആൻഡ് ലാംബേഴ്സ് ലോ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.